എന്താ അല്ലേ നമ്മുടെ സമൂഹം ഇത് എങ്ങോട്ടാണ് പോകുന്നത്? നമ്മളെ വളർന്നു വരുന്ന കുട്ടികളെയൊക്കെ അവസ്ഥ. സത്യം പറഞ്ഞാൽ നിയമം പൊളിച്ചെഴുതണം. അതാണ് വേണ്ടുന്നത്. ഈ നിയമമെല്ലാം പൊളിച്ചെഴുതിയിട്ട് പുതിയ നിയമം കൊണ്ടുവരണമെന്ന് അഭിപ്രായമുള്ള ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം. എത്ര ആളുകൾ, കാരണം ഈ നിയമം പൊളിച്ചെഴുതി പുതിയ നിയമം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെന്ന് അറിയാനാണ്. അതുപോലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. എന്നാൽ മാത്രമേ വീഡിയോ എല്ലാവരിലോട്ടും എത്തത്തുള്ളൂ. ഉറപ്പായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്ത് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യണം. നോക്കി ഐഫോൺ മേടിക്കാനെ കൊണ്ട് സ്വന്തം അപ്പൂപ്പനോട് ചെയ്ത നാറിത്തരം എന്ന് വേണമെങ്കിൽ പറയാം. ഇവരെയൊക്കെ സത്യം പറഞ്ഞാൽ പിള്ളേരാണ്, കൊച്ചു പിള്ളേരാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ വിടല്. തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കുക തന്നെ വേണം. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോസ് വെച്ച് തരാം. സാൻസക്കറിയ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ഒന്ന് ചിന്തിച്ച് നോക്കി. ഓരോ മാതാപിതാക്കൾ, ഇത് കാണുന്ന മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഉണ്ടല്ലോ, ജനിച്ച് ഇങ്ങോട്ട് കൊട്ടയിലോട്ട് വീണ് കഴിയുമ്പോഴേ നിങ്ങൾ മൊബൈൽ ഫോൺ നെഞ്ചത്ത് വെച്ച് കൊടുക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. ജോലി ഭാരം കാരണവും അല്ലെങ്കിൽ മക്കളെ തിരിഞ്ഞു നോക്കാൻ സമയമില്ലാതെ ഒരു മൊബൈൽ എടുത്ത് കുഞ്ഞിൻ്റെ കശത്തോട്ട് വെച്ച് കൊടുത്തിട്ട് മാറി വല്ല ജോലിക്കും ഇതിനൊക്കെ പോകുന്ന മാതാപിതാക്കൾ ഇതൊക്കെ കാണണം കേട്ടോ. അങ്ങനെയുള്ള ആളുകൾ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇതൊക്കെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അല്ല വല്ല ആഫ്രിക്കയിലും ഉഗാണ്ടയിലും നടക്കുന്ന കാര്യമല്ല, നമ്മളെ കേരളത്തിൽ നടക്കുന്ന കാര്യമാണ്. അപ്പം പിള്ളേർക്ക് വേണ്ടിയിട്ട് മൊബൈൽ, ഈ മുട്ടയിൽ നിന്ന് വിരിയുന്നതിന് മുമ്പേ മൊബൈൽ കൊടുത്ത് പിള്ളേരെ വഷളാക്കുന്ന മാതാപിതാക്കൾ ഇതൊക്കെ ചിന്തിക്കുക കേട്ടോ. മക്കൾ ഇത്രയും ക്രൂരമായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ്, ഒരു റിയൽ സൈക്കോ ആയി മാറുവാണ് മൊബൈൽ കിട്ടാതെ വരുമ്പോഴോ അല്ലെങ്കിൽ മൊബൈലിന് വേണ്ടിയിട്ടോ വാശി പിടിക്കുന്ന എന്തോ ഒരു വാർത്തകളാണ് നമ്മൾ ഇടയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൊബൈലിന് വേണ്ടിയിട്ട് അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഐഫോൺ മേടിക്കാനെ കൊണ്ട് സ്വന്തം അപ്പൂപ്പനോട് കാണിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. എന്തായാലും സാൻസക്കറി പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കണ്ടുവെക്കാം. നമസ്കാരം. ആലപ്പുഴ കരുവാറ്റയിൽ 67 വയസ്സുള്ള ഒരു വൃദ്ധനെ തൻ്റെ കൊച്ചുമകളുടെ ആസൂത്രണത്തിൽ കൊലപ്പെടുത്തിയതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോഴാണ് പുറത്തു വരുന്നത്. ഇന്നലെ ഈ സംഭവം ഉണ്ടായപ്പോൾ നമ്മുടെ ചാനലുകളും ഓൺലൈൻ പത്രങ്ങളുമൊക്കെ ആ വൃദ്ധൻ്റെ ചിത്രം കൊടുത്തപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു പണിയാകും, അത് നീക്കേണ്ടി വരുമെന്ന്. എന്തായാലും ഇന്നത്തെ പത്രങ്ങളിൽ ആ വൃദ്ധൻ്റെ പടങ്ങളോ വിശദാംശങ്ങളോ ലഭ്യമല്ല. ഒരു കുറ്റകൃത്യം ചെയ്തയാളെ നമ്മൾ അക്യൂസ്ഡ് അല്ലെങ്കിൽ പ്രതി എന്ന് വിളിക്കുമെങ്കിൽ 18 വയസ്സിൽ താഴെയുള്ളവരാണ് കുറ്റവാളികളെങ്കിൽ അവരെ അങ്ങനെയല്ല വിളിക്കുന്നത്, ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് എന്നാണ്. അവരെ വിചാരണ ചെയ്യാനും ശിക്ഷിക്കാനും ഒക്കെ പ്രത്യേക നിയമമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടികൾ ഇപ്പോഴും സുരക്ഷിതരായിരിക്കുന്നത്. കുട്ടികളെ നമുക്ക് വിളിക്കാൻ കഴിയില്ല. 13 വയസ്സുള്ള ഈ ക്രിമിനലിനെയും അവൾക്ക് കൂട്ടായി നിന്ന 17 വയസ്സുള്ള 2 പേരും 18 വയസ്സുള്ള ഒരാളും, ഈ 4 പേരെയും ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പ്രത്യേക സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി എന്നാണ് പത്രവാർത്ത. ഒരു കൊലപാതകം നടത്തുമ്പോൾ സ്വാഭാവികമായും പ്രതികളെ ജയിലിൽ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. പോലീസുകാർ നല്ല തേപ്പും കൊടുക്കാറുണ്ട്. എന്നാൽ ഇവരെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ ഹാജരാക്കി. കോടതിയല്ല, ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് എന്ന് പറയുന്നത് ഒരു ജഡ്ജ് ഉണ്ടാവും, അതേസമയം സാമൂഹ്യ പ്രവർത്തകരുണ്ടാവും, സോഷ്യൽ വർക്കർമാരുണ്ടാവും. അത്തരമൊരു സംവിധാനമാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്. അവിടെ ഹാജരാക്കി അവരെ പ്രത്യേക സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഈ കൊലപാതകം മുഴുവൻ ആസൂത്രണം ചെയ്ത 13കാരിയെ ശിക്ഷിക്കുന്നത് കണ്ടറിയണം. കറക്ഷണൽ സെന്റർ അല്ലെങ്കിൽ പഴയ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക്, ഇപ്പോൾ അതിന് ജൂവൽ ഹോംസ് എന്നോ മറ്റോ പറയുന്നത്, അവിടേക്കാണ് മാറ്റുന്നത്. അവിടെ എല്ലാ സംരക്ഷണവും അവർക്ക് ഒരുക്കി കൊടുക്കും, അതാണ് നിയമം. എന്നാൽ കൊലപാതകം യഥാർത്ഥത്തിൽ നടത്തിയ 3 പേർ, അവർ 16ഉം 17ഉം വയസ്സുള്ളവരായതുകൊണ്ട് അവരെ വേണമെങ്കിൽ സീനിയർ കുറ്റവാളികളെ കണക്കാക്കാം. പോലീസിന് അത്തരമൊരു ആവശ്യം കോടതിയോട് ആവശ്യപ്പെടാം. കോടതി അനുവദിച്ചാൽ അത് സാധിക്കും. ഇല്ലെങ്കിൽ അവർക്കും ഇളവുകൾ കിട്ടും. ഡൽഹിയിലെ നിർഭയ റേപ്പ് കൊലപാതക കേസ് നോക്കുക. ഏറ്റവും ക്രൂരമായി പെരുമാറിയ പ്രതിക്ക് 16 വയസ്സ് മാത്രമായിരുന്നു. അയാളുടെ പേര് പോലും ആർക്കും അറിയില്ല. അയാൾ സുരക്ഷിതനായപ്പോൾ സാധാരണ സാൻസക്കറി പറഞ്ഞതുപോലെ ഇവരെയൊക്കെ എങ്ങനെയാണ് കുട്ടികളെന്ന് വിളിക്കുന്നത്? കുട്ടികളെന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല. ഇവരെയൊക്കെ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുട്ടികളെന്ന് പറഞ്ഞ് എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതുപോലുള്ള കുറ്റങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളാണ് പോട്ടേന്ന് പറഞ്ഞ് എഴുതി തള്ളുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, വലിയ ആളുകളെക്കാളും ഇവരെ മൈൻഡ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്രൂരമായിട്ടുള്ള മൈൻഡ് സെറ്റ്. അതുകൊണ്ട് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. കാരണം കുട്ടികളാണെന്ന് പറഞ്ഞ് ഒരിക്കലും തള്ളിക്കളയില്ല. കാരണം ഇത് കുട്ടികളാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇതിനപ്പുറം ഇവരൊക്കെ കാണിച്ചു കൂട്ടും. ഒന്ന് ആലോചിച്ച് നോക്കണേ, 13 വയസ്സേ ഉള്ളൂ, 8ാം ക്ലാസ്സിൽ പഠിക്കുവാണ്. അപ്പോൾ ഇത്രയും ഈ ചെറുപ്രായത്തിൽ ഇത്രയും ഒരു മൈൻഡിനകത്ത് ഇങ്ങനൊരു സംഭവം കൊണ്ടുവരണമെങ്കിൽ മാതാപിതാക്കളെ പറഞ്ഞാൽ മതി. അല്ലാതെ വേറെ ആരും പറയണ്ട, മാതാപിതാക്കളെ പറഞ്ഞാൽ മതി. മൊബൈൽ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കുറേ സിനിമയും അതും ഇതും ചപ്പും ചവറും ഇങ്ങനെയുള്ള കുറേ ഇതൊക്കെ ഇട്ട് കൊടുത്ത് പിള്ളേരെ മനസ്സിലേക്ക് വേഷം, ഇത്രയും ചെറുപ്രായത്തിലേക്ക് വേഷം കുത്തി ഇറക്കി കൊടുക്കുന്നത് മാതാപിതാക്കൾ തന്നെയാണ്. ഒരു പ്രായം വരെയും നിങ്ങൾ സൂക്ഷിച്ചില്ല, ഇതായിരിക്കും അവസ്ഥ. സയൻസ് സെക്രട്ടറി പറയുന്ന ബാക്കി കൂടെ കേട്ടു ആയിരിക്കും ഇവിടെയും സംഭവിക്കുന്നത് എന്ന് ഖേദപൂർവ്വം പറഞ്ഞുകൊണ്ട് ഈ ഞെട്ടിക്കുന്ന കൊലപാതകത്തിന്റെ പൊരുളിലേക്ക് കുറച്ചുകൂടി നീങ്ങാം. കൊല്ലം പരവൂർ സ്വദേശിയാണ് കൊല്ലപ്പെട്ട ഈ 67 വയസ്സുകാരൻ. അദ്ദേഹത്തിന് 2 പെൺമക്കളാണുള്ളത്. ഇളയ മകൾ ഇപ്പോൾ വിദേശത്താണ്. ഈ കൊലപാതകം ആസൂത്രണം ചെയ്ത പേരക്കുട്ടിയുടെ അമ്മ, അതായത് ഈ കൊല്ലപ്പെട്ട വൃദ്ധന്റെ മൂത്ത മകൾ, അവരുടെ ആദ്യ വിവാഹത്തിൽ ഉണ്ടായ മകളാണിത്.
എന്നാൽ ഏറെ വൈകാതെ തന്നെ വിവാഹമോചനം സംഭവിക്കുന്നു. യുവതി വിദേശത്തേക്ക് പോകുന്നു. 2 വർഷം മുമ്പ് അവിടെ വെച്ച് പരിചയപ്പെട്ട് മറ്റൊരാളെ വിവാഹം കഴിച്ചു. അതിലുണ്ടായ കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടിയാണ് ഇപ്പോൾ നാട്ടിലെത്തിയത്. കൊല്ലപ്പെട്ട വൃദ്ധന്റെ ഭാര്യ, അതായത് കൊലപാതകം ആസൂത്രണം ചെയ്ത 13-കാരിയുടെ മുത്തശ്ശി, അവർ തന്റെ മകൾക്കൊപ്പം പ്രസവാവശ്യത്തിന് വേണ്ടി ആശുപത്രിയിലായിരുന്നു. 15-ാം തീയതി രാത്രിയിലാണ് വൃദ്ധന്റെ ജീവൻ നഷ്ടപ്പെടുന്നത്. 16-ാം തീയതി ആരും ഒന്നും അറിഞ്ഞില്ല. എന്നാൽ ഈ പെൺകുട്ടി ആ വീട്ടിൽ പരിസരത്ത് പോയിരുന്നു എന്നറിയാം. 16-ാം തീയതി 2 തവണ ഈ വീട്ടിൽ പോയിരുന്നു. പോയ വഴി തൊട്ടടുത്തുള്ള ഒരു ചായക്കടയിൽ നിന്നും പലഹാര സാധനങ്ങളും വാങ്ങിയിരുന്നു. അവളോടൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടികളാണ് കയറി വാങ്ങിയത്. അവൾ മുഖം കൊടുത്തില്ലെന്ന് കടക്കാരൻ പറയുന്നുണ്ട്. 17-ാം തീയതി രാവിലെ കൊല്ലപ്പെട്ട വൃദ്ധന്റെ ഭാര്യ, അതായത് ആശുപത്രിയിൽ മകളോടൊപ്പമുള്ള അമ്മ, ഈ കടക്കാരനെ വിളിക്കുകയാണ്. കൊച്ചുമകൾ പറഞ്ഞു തന്റെ ഭർത്താവ് വിളിച്ചിട്ട് തുറക്കുന്നില്ല, കതക് തുറക്കുന്നില്ല, അതുകൊണ്ട് SNDP നേതാക്കളുടെ നമ്പർ തരണമെന്ന് പറഞ്ഞതുകൊണ്ട് അപ്പോൾ തന്നെ അദ്ദേഹം SNDP-കാരെ കോൺടാക്ട് ചെയ്തു. അവർ വന്ന് വാതിൽ ചവിട്ടി തുറന്ന് കയറുമ്പോൾ കൊല്ലപ്പെട്ട നിലയിൽ കഴിയുകയായിരുന്നു. അപ്പോഴേക്കും പോലീസ് എത്തി. അതിനിടയിൽ കൊലപാതകം നടത്തിയ കൊച്ചുമകൾ വസ്ത്രം മാറി യൂണിഫോം ഇട്ട് സ്കൂളിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. ഇത് ആ നാട്ടുകാരെ തന്നെ അതിശയിപ്പിച്ചു. ഈ വിവരം പോലീസിനെ അറിയിക്കുന്നു. കൊലപാതകം അറിഞ്ഞപ്പോൾ തന്നെ SP വിഷ്ണു പ്രസാദും DIG യതീഷ് ചന്ദ്രയും സ്ഥലത്തെത്തി ക്യാമ്പ് ചെയ്ത് അന്വേഷണത്തിന് നേതൃത്വം കൊടുത്തു. DYSP രാജപ്പനും CI വിനോദ് കുമാറുമാണ് ബെസ്റ്റ്. തന്തയില്ല തള്ളയില്ല, തന്തയുടെ വഴിക്ക്, തള്ളയുടെ വഴിക്ക്. പിന്നെ എങ്ങനെ മക്കൾ ഇങ്ങനെ ആവാതിരിക്കും? മക്കൾ ഇതല്ല, ഇതിനപ്പുറമാവും. മക്കളെ ഒരു പ്രായം വരെ മാതാപിതാക്കളെ അടുത്ത് നിർത്തി തന്നെ വേണം വളർത്താൻ. ഇനി എന്തൊക്കെ പറഞ്ഞാലും മാതാപിതാക്കൾ കൊടുക്കുന്ന പോലെ കെയറിങ്ങോ, മാതാപിതാക്കൾ കൊടുക്കുന്ന പോലെ ഓരോ കാര്യങ്ങളിൽ അറിവ് പകർന്നു കൊടുക്കുന്ന പോലെ ഇനി ഒരാളും കൊടുക്കത്തില്ല. നിങ്ങൾ ഒരാളെടുത്ത് നിർത്തിയിട്ട് പോയാലും ഒരാളും നിങ്ങളെ മക്കൾക്ക് വേണ്ടിയിട്ട് നല്ല അറിവോ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങളോ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ ഇങ്ങനെ ഇട്ടെറിഞ്ഞിട്ട് പോകുന്ന ആളുകളെയൊക്കെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും. ഒന്നാലോചിക്കുക, ഇത്രയും ചെറു പ്രായത്തിൽ തന്നെ പുറത്ത് തോന്നിയ രീതിയിൽ കറങ്ങാൻ പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാമുകൻ വരെ. എന്തുവാടേ ഇത്? ഇവരൊക്കെ എങ്ങനെ കുട്ടികളെന്ന് വിളിക്കുന്നത്? വലിയ ആളുകളെക്കാളും ഭയങ്കര രീതിയിൽ ചിന്താഗതിയുള്ള ആളുകളാണ്. ഇവരെയൊന്നും കുട്ടികളെന്ന് വിളിച്ച് എഴുതി തള്ളാൻ പറ്റത്തില്ല. തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം നമ്മുടെ നിയമമൊക്കെ ഒന്ന് അഴിച്ച് പണിഞ്ഞ് ഈ പറഞ്ഞ പോലെ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണത്തിനും വേണ്ടിയിട്ടുള്ള ഒരു നിയമം ഉണ്ടാക്കിയെടുക്കണം. ഇവിടെ ഒന്നിനും ഒരു സംരക്ഷണമില്ല. നോക്കി എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. വെറും ഒരു നക്കാപ്പിച്ച ഫോണിന് വേണ്ടിയിട്ട്. ബാക്കിയോടെ കേട്ടു നോക്കാം. പരിസര പ്രദേശത്തുള്ള സകലരെയും സംഭവ സ്ഥലത്തെത്തിയ SNDP-കാരെയും ഒക്കെ ചോദ്യം ചെയ്തപ്പോൾ അവർ അവിടെ കണ്ട കാഴ്ചകൾ വിശദീകരിച്ചുകൂടെ? ഈ മകൾ ഈ സംഭവം നടക്കുമ്പോൾ സ്കൂൾ യൂണിഫോം ഇട്ടുകൊണ്ട് സ്കൂളിൽ പോകാൻ ശ്രമിച്ചു എന്ന് പറയുന്നു. അതായത് വല്യപ്പൻ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ടും അവൾ സ്കൂളിലേക്ക് പോകാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞത് പോലീസിന് സംശയമുണ്ടാക്കുകയും വനിതാ CI വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അതിനു മുമ്പ് തന്നെ പോലീസ് കോൾ റെക്കോർഡുകൾ പരിശോധിക്കുകയും മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. കൊല്ലം പരവൂരിൽ താമസിച്ചിരുന്നപ്പോൾ അടുപ്പക്കാരനായി കാമുകൻ എന്ന് വിശ്വസിക്കുന്ന ആൺകുട്ടിയും അയാളുടെ 2 കൂട്ടുകാരും ഈ സമയത്ത് പരിസര പ്രദേശത്തുണ്ടായിരുന്നെന്നും ഈ പെൺകുട്ടിയുമായി അവർ സംസാരിച്ചിരുന്നെന്നും പോലീസ് മനസ്സിലാകുന്നു. ഇതിനിടയിൽ അവരെ ട്രാക്ക് ചെയ്ത് ഈ ആൺകുട്ടികളെ പിടികൂടുന്നു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കുന്നു. തുടർന്നാണ് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞ് പെൺകുട്ടിയെ കൊണ്ട് കുറ്റസമ്മതം നടത്തിയത്. പോലീസിനെയും നാട്ടുകാരെയും ഒക്കെ ഞെട്ടിച്ചത് ഈ കൊലപാതകം ആസൂത്രണം ചെയ്ത പെൺകുട്ടി ഈ കൊലപാതകം നടക്കുമ്പോൾ വീഡിയോ കോളിൽ അത് കണ്ടിരുന്നു എന്നതാണ്. 2 പേർ ബാത്റൂമിലെ എക്സ്ഹോസ്റ്റർ ഇളക്കി അതിലൂടെ കയറി വാതിൽ തുറന്നു കൊടുത്ത് 3-ാമനെ കൊണ്ടുവന്ന് മുളകുപൊടി വിതറി ആശയക്കുഴപ്പമുണ്ടാക്കി വായിൽ തുണി തിരുകി പിറകോട്ട് കൈകൾ കെട്ടിയാണ് ശ്വാസം മുട്ടിച്ചു കൊന്നത്. എന്നിട്ട് അവർ അലമാരി കുത്തി തുറന്ന് സ്വർണ്ണാഭരണങ്ങളും മറ്റും മോഷ്ടിച്ചു. പോലീസ് പറയുന്നത് പെൺകുട്ടിക്ക് ഐഫോൺ വേണം, കുട്ടികൾക്ക് ബൈക്ക് വേണം, അതിനുവേണ്ടി പണം വാങ്ങിയെന്നാണ്. എന്നാൽ ഇപ്പോൾ ഇതിനിടയിൽ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നുണ്ട്. പെൺകുട്ടിയെ മുത്തശ്ശൻ ദുരുപയോഗം ചെയ്തു എന്ന തരത്തിൽ ഉള്ള പ്രചരണവും ചില ഭാഗങ്ങളിൽ നിന്നെത്തുന്നുണ്ട്. അത് എത്രമാത്രം വാസ്തവമാണെന്ന് അറിയില്ല. പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇവർ പറഞ്ഞതാണോ എന്നും അറിയില്ല. പക്ഷേ പെൺകുട്ടിയുടെ ചരിത്രം പോലീസ് പരിശോധിച്ചു. അടിപൊളി. തള്ളയുടെ ചരിത്രമാണെങ്കിലും സൂപ്പർ. തള്ള സുഖം തേടി അവരെ പാട്ടിന് ഇങ്ങനെ കിടന്ന് അലയുമല്ലേ. പിന്നെ എങ്ങനെ സ്വന്തം മോളെ നോക്കാനെ കൊണ്ട് സമയം കിട്ടും? എന്താ അല്ലേ? ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. തന്തയ്ക്കും വേണ്ട തള്ളയ്ക്കും വേണ്ട. അപ്പം ഇവരെ അങ്ങനെ നടക്കുന്ന പിള്ളേർക്ക് തന്നെ ഒരു തോന്നലുണ്ടാവും. കാരണം കെയറിങ് കിട്ടുന്നില്ല ഈ പ്രായത്തിൽ. അപ്പോൾ അവരെന്താണ്, അവരെ ചിന്താഗതിയിൽ അവർ ചിന്തിക്കുക പുറത്തോട്ട് പോവുക, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള കൂട്ടുകെട്ടുകൾ, അങ്ങനെയൊക്കെയാണ് വഴിതെറ്റി പോകുന്നത്. സ്വന്തം തന്തയ്ക്കും തള്ളയ്ക്കും കൊടുക്കാൻ പറ്റാത്ത സ്നേഹം, തന്തയ്ക്കും തള്ളയ്ക്കും കൊടുക്കാൻ പറ്റാത്ത കെയറിങ് ഒന്നും കിട്ടാതെ വരുമ്പോഴത്തേക്ക് മാനസികമായിട്ട് പിള്ളേർ തകർന്നു പോകും കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, എന്തായാലും തന്തയും തള്ളയും ഈ പറഞ്ഞ പോലെ 2 വഴിക്കാണല്ലോ. തള്ള വിദേശത്തേക്ക് പോയി വേറൊരുത്തനുമായിട്ട് കല്യാണം കഴിക്കുന്നു, വേറൊരുത്തനും അങ്ങനെയൊക്കെ പോകുന്ന സാഹചര്യത്തിൽ എന്തായാലും കുട്ടി നാട്ടിൽ കുട്ടിയുടെ തോന്നിയ രീതിയിൽ നടക്കുന്നുണ്ടായിരിക്കും. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഇപ്പം കാണുന്നത്. ഓക്കെ, എന്തായാലും പ്രായമായിട്ടുള്ള ആളുകളുടെ അടുത്ത് മക്കളെ ഏൽപ്പിച്ചു പോകുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാരണം അങ്ങനെയാണ് ഇന്നത്തെ കാലം.
അതേ നമുക്കിപ്പം പറയാൻ പറ്റൂ. എന്തായാലും ബാക്കി കൂടെ കേട്ടു. ാണ് അമ്മ വിദേശത്തായതും പിതാവ് ഇല്ലാതെ പോയതും പെൺകുട്ടിയുടെ ജീവിതം ബുദ്ധിമുട്ടിലാക്കി. പല ബന്ധുവീടുകളിലാണ് പെൺകുട്ടി വളർന്നത്. ഇതോടുകൂടി പെൺകുട്ടിക്ക് പരിസര പ്രദേശത്തെ സൗഹൃദങ്ങൾ ഉണ്ടാവുന്നു. അവരുമായി പുറത്തു പോകുന്നത് പതിവാകുന്നു. ഒന്നിലധികം തവണ ഈ പെൺകുട്ടി ഒളിച്ചോടി പോയിട്ടുണ്ട്. പല പരാതികളും ഈ പെൺകുട്ടിയെക്കുറിച്ച് നാട്ടുകാർക്കുണ്ട്. കൊല്ലത്തെത്തി പോലീസ് പ്രതികളെ പിടികൂടുമ്പോൾ ഒരു കൂസലുമില്ലായിരുന്നു അവർക്ക് എന്ന് പോലീസ് പറയുന്നുണ്ട്. അത്ര അനായാസമായി അവർ ഇതിനെ കൈകാര്യം ചെയ്തത്രേ. അവരുടെ കാമുകിയുടെ ഒരു ആവശ്യം സാധിച്ചു കൊടുത്തു. അതിനപ്പുറത്തേക്ക് ഒരു ഗൗരവമൊന്നും അവർ കാണുന്നില്ല. മൊബൈൽ ഫോണിൽ തന്നെ ഈ കുറ്റകൃത്യം ആസൂത്രണം ചെയ്തതും ഇതുകൊണ്ട് തന്നെയാണ്. എന്തായാലും കേരളം ഇന്നേവരെ കണ്ട ഏറ്റവും ആശങ്കാജനകമായ, ഭയപ്പെടുത്തുന്ന ആസൂത്രിത കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത്. പ്രതികൾ ശിക്ഷിക്കപ്പെടുമോ എന്ന് കണ്ടറിയണം. കാരണം അവർ കുട്ടികളാണ്. എന്താണ് നമ്മുടെ കുട്ടികൾക്ക് പറ്റിയത് എന്ന് പലരും സംസാരിക്കുന്നു. ഞാൻ അതിന് എക്കാലത്തും പറയുന്ന പ്രധാന കാരണം, കഴിഞ്ഞ 10 വർഷം ഭരിച്ച പിണറായി ഇവിടെ ലഹരി മാഫിയെ, മയക്കുമരുന്ന് ലോബിയെ കയറൂരി വിട്ടു. CPM നേതാക്കൾക്കും അണികൾക്കും വരുമാന മാർഗമാക്കി കൊടുത്തു എന്നതാണ്. ഇതിനൊപ്പം തന്നെ കാണേണ്ടതാണ് കോവിഡ് കാലത്തെ പ്രതിസന്ധി. കോവിഡ് കാലത്ത് വിദ്യാഭ്യാസം ഓൺലൈൻ വഴി ആയതോടെ സാമൂഹിക പ്രവർത്തകർ മത്സരിച്ചാണ് സ്കൂൾ കുട്ടികൾക്ക് മൊബൈൽ വാങ്ങിക്കൊടുത്തത്. 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ ഇതോടുകൂടി മൊബൈൽ ഫോൺ ഉടമകളായി. ഇന്റർനെറ്റും ഇതിന്റെ ഭാഗമായി വന്നു ചേർന്നു. അങ്ങനെ അവർക്ക് ലഭിച്ച ആ നവ സ്വാതന്ത്ര്യമുണ്ട്. ഇന്റർനെറ്റിൽ അവർക്ക് ഇഷ്ടം പോലെ സമയം ചെലവഴിക്കാം. അത് അവരെ മാനസികമായി മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചു. മാതാപിതാക്കൾ അവരെ വിലക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അവർ ഈ മൊബൈൽ ഫോണിനും ഇന്റർനെറ്റിനും അടിമകളായി. ഇത് ഒരുപാട് ദുശീലങ്ങൾ സമ്മാനിച്ചു. അവരുടെ പ്രായത്തിൽ കവിഞ്ഞ അവകാശങ്ങളെക്കുറിച്ചുള്ള ധാരണ അവർക്ക് ലഭിച്ചു. ഇതിനൊപ്പം ലഹരി കൂടി ഒരു വില്ലനായതോടെ ഈ പുതിയ തലമുറ തന്നെ കൈവിട്ടുപോയി. വീട്ടിലിരിക്കുന്ന കുട്ടികൾക്കും ലഹരി എത്തിക്കാൻ സംവിധാനങ്ങളുണ്ടായി. ഇൻസ്റ്റാഗ്രാം അടക്കമുള്ളവരുടെ സ്വാധീനം ഇവരെ വഴിതെറ്റിച്ചു. അങ്ങനെ സോഷ്യൽ മീഡിയയുടെ അതിര് കവിഞ്ഞ സ്വാധീനം, നിയന്ത്രിക്കാൻ ആർക്കും കഴിയാത്ത വിധത്തിലുള്ള സ്വാധീനം, അതാണ് ഈ തലമുറയെ ഇങ്ങനെയാക്കി മാറ്റിയത്. ഈ തെറ്റിതിരുത്താൻ പാശ്ചാത്യ ലോകം തയ്യാറായിട്ടുണ്ട്. ഓസ്ട്രേലിയയും യൂറോപ്പിലെ പല രാജ്യങ്ങളും 16 വയസ്സിൽ താഴെയുള്ളവർക്ക് ഇന്റർനെറ്റും സ്മാർട്ട് ഫോൺ ഉപയോഗവും നിരോധിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ തീരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയ്യിൽ കൊടുക്കുന്ന സമ്മാനം മൊബൈൽ ഫോണാണ്. അവിടെ മുതൽ അവർ അടിമകളായി വരുന്നു. പിന്നീട് കയറൂരി വിടുകയാണ്. അവകാശബോധത്തോടെ ലഹരി കൂടി മേമ്പടിയായി വരുമ്പോൾ പിള്ളേർ കൈവിട്ടു പോകുന്നു. ഇത് മറ്റെവിടെയോ നടന്നൊരു സംഭവമായി കണ്ട് ആശ്വസിക്കേണ്ട. നമ്മുടെ വീടുകളിലും ഇതൊക്കെ സംഭവിക്കുന്നുണ്ടാവും. കൊല്ലത്തെ 3 കുട്ടികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ മാതാപിതാക്കൾ അലറി വിളിക്കുകയായിരുന്നു. ഒരിക്കലും തങ്ങളുടെ കുട്ടികൾ ഇങ്ങനെ ചെയ്യില്ല, പോലീസ് വൃത്തികേട് കാണിക്കരുത് എന്നവർ പറഞ്ഞു. എന്നാൽ കുട്ടികൾക്ക് ഒരു കൂസലുമില്ലായിരുന്നു. തെളിവുകൾ മാതാപിതാക്കളുടെ മുമ്പിൽ കാണിച്ചപ്പോൾ അവരുടെ കരച്ചിൽ അലമുറയായി മാറി. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് നമുക്കറിയില്ല. ആരും അയൽപക്കത്ത് നടന്ന നമ്മുടെ വീട്ടിൽ ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. അടിപൊളി. എന്തായാലും തോളിൽ വെച്ച് അല്ലെങ്കിൽ മടിയിൽ വെച്ച് വളർത്തിയ കൈ കൊണ്ട് തന്നെ നമ്മൾ ആ കയ്യിൽ തന്നെ കയ്യിൽ തന്നെ കടിക്കുക എന്ന് പറയുമല്ലോ, അതാണ് ഇവിടെ കണ്ടത്. കൊഞ്ചിച്ചും ലാളിച്ചും എടുത്തുകൊണ്ട് നടന്ന ഒരാളെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിനൊക്കെ എങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങളാണ് അല്ലെങ്കിൽ പിള്ളേരാണെന്ന് എങ്ങനെ നമ്മൾ വിളിക്കും? പറയും, പറ്റത്തില്ല. കുട്ടികളാണെന്ന് ഒരിക്കലും വിളിക്കാൻ പറ്റത്തില്ല. ഇപ്പം തന്നെ പറഞ്ഞു കേട്ടില്ലേ, ഇപ്പം ഒരു കൂസലും ഇല്ലെന്ന്. ഇവർ ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ടും ഒരു കൂസലും ഇല്ലാതെയാണ് ഇവരൊക്കെ നിൽക്കുന്നതെന്ന്. ഇതും ഇതിൻ്റെ കാമുകനും, ഈ ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ കാമുകനും എന്തുവാണ് ഇതൊക്കെ? എന്തായാലും നമ്മളെ പോക്ക്, വരും ജനറേഷൻ്റെ പോക്കൊക്കെ ഇതൊക്കെ തന്നെയാണ്. എന്തായാലും മാതാപിതാക്കളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ എല്ലാവരിലേക്കും എത്തണമെങ്കിൽ ലൈക്ക് ചെയ്യണം. കാരണം ഇതൊക്കെ എല്ലാവരിലേക്കും എത്തണം. കാരണം അന്ധമായിട്ട് ജോലിയും കൂലിയും ചെയ്ത് ഇങ്ങനെ പോകുന്ന കുറേ ആളുകളുണ്ട്. സ്വന്തം മക്കളെ വീട്ടിൽ തനിച്ചാക്കിയിട്ട് വല്ലവരെയും കയ്യിൽ എറിഞ്ഞു കൊടുത്തിട്ട് ഏൽപ്പിച്ചിട്ട് പോകുന്ന ആളുകളൊക്കെ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളെ മക്കൾ അവിടെ എന്തോ അങ്ങ് നന്മമരമായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് വിചാരിക്കുന്നത്. ഒരിക്കലുമല്ല. അപ്പോൾ എല്ലാവരും നിങ്ങളെ മക്കളെ കൂടെ നിർത്തി വളർത്തി പഠിപ്പിച്ച് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ